ഓഗസ്റ്റ് 12 ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ്. നാട്ടിൽ നിന്ന് ദുബായിലേക്കും അബുദാബി, ഷാർജ അടക്കമുള്ള മറ്റ് എയർപോർട്ടുകളിലേക്കും വരുന്നവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സർക്കുലർ, അതിൽ ദുബായിൽ വാക്സിനേഷൻ വേണ്ട എന്നുള്ള എല്ലാവർക്കും അറിയാം. നാട്ടിലെ വാക്സിനും വേണ്ട, UAE-ന്നടുത്ത വാക്സിനും വേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അബുദാബിയിലും ഷാർജയിലും റാസൽഖൈമയിലും ഒക്കെ വന്നിറങ്ങുമ്പോൾ അത് വേണ്ടിവരുമെന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ എയർ ഇന്ത്യ സർക്കുലർ കൊണ്ടുവന്നപ്പോൾ ആ വാചകം പറഞ്ഞിട്ടില്ലായിരുന്നു, മറിച്ച് ICA അപ്രൂവലാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഇതൊരു വലിയ ആശയക്കുഴപ്പമായി ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് തിരുത്തിയിട്ട് എയർ ഇന്ത്യ പുതിയ സർക്കുലർ കൊണ്ടുവരുമെന്ന് കരുതിയിരുന്നു, പക്ഷെ വന്നിട്ടില്ല. ഞങ്ങൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു മറുപടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയും പറയുകയാണ്. ദുബായിലേക്കുള്ള കാര്യം ക്ലിയറാണ്, സംശയമില്ല. വാക്സിൻ വേണ്ട, 48 മണിക്കൂർ PCR, 4 മണിക്കൂർ റാപ്പിഡ് PCR, പിന്നെ GDRFA അപ്രൂവലിന്റെ വിഷയമാണ്. കയറി വരാം. അബുദാബിയിലേക്ക്, ഷാർജയിലേക്ക്, റാസൽഖൈമയിലേക്ക് ICA അപ്രൂവലിന് വേണ്ടി കൊടുക്കുമ്പോൾ വാക്സിനേഷന്റെ സ്റ്റാറ്റസ് ചോദിക്കുമെന്നും അതില്ലെങ്കിൽ ICA അപ്രൂവൽ കിട്ടില്ല എന്നുമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ന്യായീകരണം. അതുകൊണ്ട് വാക്സിനേഷന്റെ കാര്യം ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. വാക്സിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ICA കിട്ടുകയുള്ളൂ എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയാണെന്നും ഞങ്ങൾ മനസ്സിലാക്കിയത് ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെയാണെന്നും ആ കാര്യങ്ങളാണ് ആളുകളെ സർക്കുലർ വഴി അറിയിച്ചതെന്നും വ്യക്തമാക്കുകയാണ്. ഇതിൽ യാത്രക്കാർ തന്നെ തീരുമാനിക്കുകയും ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം എന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു. രണ്ട് നിലപാടുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ICA അപ്രൂവലിന് കൊടുക്കുമ്പോൾ വാക്സിന്റെ സ്റ്റാറ്റസ് കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ എന്ന രൂപത്തിലാണ് ഞങ്ങൾക്കതിന്റെ വ്യാഖ്യാനം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത്. വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? നാട്ടിൽ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. കേൾക്കുമ്പോൾ വലിയ ആഹ്ലാദമാണ്. പക്ഷേ വിസിറ്റ് വിസ ഇവിടെ മുടക്കിയിട്ടില്ല. ദുബായിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വരാൻ പറ്റുന്നില്ല, എൻട്രി ആകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് ഒരു വാർത്ത കേട്ടതുപോലെ വിസിറ്റ് വിസ ഇതാ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, നമുക്കിപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു എക്സൈറ്റ്മെന്റിന്റെ സാഹചര്യം വിസ ഇഷ്യൂ ചെയ്യുന്ന പരിപാടി നേരത്തെ ഉണ്ട് എന്നുള്ളതും വിസിറ്റ് വിസക്കാർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും ഒന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒത്തിരി ആളുകൾ വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. എൻട്രി പെർമിറ്റ് ഇതുവരെ വിസിറ്റ് വിസക്കാർക്ക് കൊടുത്തിട്ടില്ല. ഇനി ഒരു കാര്യം ഓർമ്മിക്കണം, കഴിഞ്ഞ വർഷം ഇതുപോലെ സാഹചര്യം വന്നപ്പോൾ വിസിറ്റ് വിസക്കാർക്ക് മാത്രമാണ് എക്സ്പയറി, ആ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെ പുനഃപ്രവേശനം എന്ന രൂപത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കാതെ, പ്രവേശനം നടത്താതെ ആ വിസ അബോർട്ടായി പോയ സാഹചര്യം ഉണ്ടായത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണം. എംപ്ലോയ്മെന്റ് വിസ എടുത്തവർക്ക്, റെസിഡൻസ് വിസയുടെ ഏത് കാറ്റഗറിയും എടുത്തവർക്ക് വിസ നാട്ടിൽ വിസയിൽ, ഇവിടെ നിന്നുള്ള വിസയിൽ നാട്ടിൽ പോയിട്ട് അവധി കഴിഞ്ഞിട്ട് വിസ എക്സ്പയറി ആയി പോയവർക്ക് ഒക്കെ തിരിച്ചു വരാനുള്ള സാഹചര്യം കൊടുത്തിട്ടും വിസിറ്റ് വിസക്കാർക്ക് അവസരം കിട്ടിയിരുന്നില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് നേരത്തെ കൂട്ടി വിസിറ്റ് വിസ എടുത്തു വച്ചിരിക്കുന്ന ആളുകൾ അതൊന്ന് മനസ്സിൽ കരുതണം. ആ ഒരു കാര്യം ആവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ജോബ് വിസ ദുബായിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ വരാൻ അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് അതേക്കുറിച്ച് എമിറേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളവർക്കും വരാം, GDRFA അപ്രൂവലിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതും. എന്നാൽ അതേക്കുറിച്ച് തുടർന്നുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമായൊരു ധാരണയിലെത്താതെ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന രൂപത്തിൽ കാര്യങ്ങൾ എയർപോർട്ടിൽ വെച്ച ആളുകൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വിശദീകരണം പ്രതീക്ഷിക്കുന്നു വിമാന കമ്പനികളും ബന്ധപ്പെട്ട എയർപോർട്ടുകളും നാട്ടിലെ എയർപോർട്ടുകളും എന്ന കാര്യം കൂടി ഒന്നറിഞ്ഞിരിക്കണം.
ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ 3-4 മാസം നാട്ടിൽ നിന്ന ആളുകൾ അല്ലെങ്കിൽ അതിനു മുമ്പേ പോയവർ പാസ്പോർട്ട് ഒന്ന് പുതുക്കിയിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് 2 മാസം നിൽക്കുകയല്ലേ പാസ്പോർട്ട് പുതുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, കരുതി ചെയ്തവരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം സാധ്യമാകില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേരാണ് ഞങ്ങളെ വിളിക്കുന്നത്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, പഴയ പാസ്പോർട്ടിനാണ് വിസയെന്നറിയാം. ആ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് കെട്ടി യാത്ര ചെയ്യൂ. അത് മുമ്പൊക്കെ ഇതേ ആശയക്കുഴപ്പം വന്നിട്ട് പരിഹരിക്കപ്പെട്ട വിഷയമാണ്. ഇനി ഈ അപ്രൂവലുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ അക്കാരണം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ടത് ഏതെങ്കിലും PROയോ ഏതെങ്കിലും ബന്ധുവിനെയോ ഇമിഗ്രേഷൻ ഓഫീസിൽ ഒന്ന് അയപ്പിച്ച് GDRFA ഓഫീസിലൊക്കെ അയപ്പിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് ഡോക്യുമെന്റ് കൊടുത്തിട്ട് ചോദിക്കണം. അത് മാത്രമാണ് അതിലെ പോംവഴി. സാധാരണഗതിയിൽ 2 പാസ്പോർട്ടും ചേർത്ത് വെച്ച് വന്നാൽ പ്രശ്നമുണ്ടാകില്ല എന്നതാണ് അനുഭവം. ഈ 48 മണിക്കൂറിന്റെ കാര്യം എപ്പോൾ മുതൽ എപ്പോൾ വരെ നിരവധി ആളുകൾ ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നൊരു വിഷയമാണ്. സ്വാബ് നമ്മുടെ മൂക്കിൽ നിന്ന് ഈ തുരുമ്പിട്ട് അതെടുക്കുന്ന സമയം മുതൽ ഫ്ലൈറ്റിന്റെ ഡിപ്പാർച്ചർ വരെയുള്ള സമയമാണ് 48 മണിക്കൂർ എന്ന് പറയുന്നത്. ആ സമയത്തെയാണ് പ്രധാനമായിട്ട് കണക്ക് കൂട്ടുന്നത്. അത് കണക്ക് കൂട്ടിയിട്ട് വേണം എപ്പോഴാണ് സ്വാബ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് റിസൾട്ട് വന്നാലുടനെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, പോവുക എന്ന രൂപത്തിലാണെന്നുള്ളത് ഒന്നറിഞ്ഞിരിക്കണം. GDRFA കിട്ടുന്നില്ല, വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സന്ദേശങ്ങൾ വരുന്നു. കാത്തിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. നേരത്തെയൊക്കെ വളരെ പെട്ടെന്ന് കിട്ടിയിരുന്നു, ഇപ്പോൾ സമയമെടുക്കുന്നു, ദിവസങ്ങൾ കഴിയുന്നു എന്ന ആശങ്കയോടുകൂടി ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് കാറ്റഗറിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ GDRFA അപ്രൂവൽ ഇല്ലാതെ ദുബായിലേക്ക് പുറപ്പെടരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ICA അപ്രൂവലിന്റെ കാര്യം മറ്റുള്ള എമിറേറ്റുകളിലേക്ക്, മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നവരുടെ വിഷയത്തിലും. NMC ഹെൽത്ത് കെയർ ഡോക്ടർ BR ഷെട്ടി സ്ഥാപിച്ച NMC സെപ്റ്റംബർ 1 മുതൽ ഡോക്ടർ BR ഷെട്ടിയുമായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും ബന്ധങ്ങളും ഇല്ലാതായി സമ്പൂർണമായും ഒരു പുതിയ എൻറ്റിറ്റി പോലെ ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ടോ അവരെല്ലാവരും കൂടി ചേർന്ന് അടുത്ത 2-3 വർഷം ഭരിക്കും എന്ന രൂപത്തിൽ ധാരണ ആയിട്ടുണ്ട് സെപ്റ്റംബർ 1 മുതൽ. അപ്പോൾ ആ ഒരു BR ഷെട്ടി ലെഗസി സെപ്റ്റംബർ 1 മുതൽ അവസാനിക്കുകയാണ് എന്ന കാര്യം തിരിച്ചറിയുക. ക്രെഡിറ്റേഴ്സ് 2-3 വർഷം അത് നോക്കി നടത്തിയിട്ട് പുതിയൊരു ബയറെ കണ്ടെത്തി വിൽക്കും എന്നാണ് കരുതുന്നത്. ഇതിനിടയിൽ BR ഷെട്ടി $700 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്കിലെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. UAEയിൽ നിന്ന് 4 പേർ മരിച്ചു, 1260 രോഗബാധ, 20,600-ലധികം ആളുകൾ ഇപ്പോൾ രോഗബാധിതരായിട്ടുണ്ട്. ചില ആളുകൾ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, കൂടുതലുണ്ട്, പറയാത്തതാണ്, കണക്ക് വരാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കൂടിയപ്പോഴും കുറഞ്ഞപ്പോഴും കൃത്യമായി ആ സംഖ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് UAE മാത്രമല്ല ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും. വളരെ വളരെ അപൂർവമായിട്ടുള്ള ഈ നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളാണ് കണക്കുകളെ പുറത്തുവിടുന്നില്ല, രോഗികളേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് ഇത് പുറത്തു വിട്ടു എന്ന് കരുതി ആർക്കും ഒരു പ്രശ്നവുമില്ലാത്തത് കൊണ്ട് തൽക്കാലം കിട്ടുന്ന കണക്ക് വിശ്വസിക്കുക. ലോകം മുഴുവനും അത് പിൻപറ്റി പോകുമ്പോൾ നമ്മൾ കുറെ മലയാളികൾ ആ കണക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നത് നല്ലതല്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മാസ്ക് കഴിച്ചോളൂ, പക്ഷെ ഇപ്പൊ പറയുന്നു കാര്യങ്ങൾ കർശനമാക്കണം. 3 വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും PCR എടുക്കണം, സ്കൂളിൽ പോകാൻ, ജിമ്മിൽ പോകാൻ, സ്വിമ്മിംഗ് പൂളിൽ കയറാൻ എന്നൊക്കെ പറഞ്ഞുള്ള ഇപ്പോൾ പ്രചാരണം നടക്കുകയാണ്. 3 വയസ്സിൽ വേണം PCR ടെസ്റ്റ്. റഷ്യയിൽ റെക്കോർഡ് മരണസംഖ്യ, ഇന്ന് 808 പേർ മരിച്ചു. മെക്സിക്കോയിൽ ഈ പ്രതിദിന രോഗവർദ്ധനവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൂടുകാലം ഓഗസ്റ്റ് 24 വരെ ചൂടുകാലത്തിന്റെ മൂർധന്യതയുണ്ടാകുമെന്ന് പറയുന്നു. ഈ സമയത്ത് ശാരീരികമായിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം. ഡീഹൈഡ്രേഷനുമായി ബന്ധപ്പെട്ട, നിർജ്ജലീകരണം ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാം. ഈ സമയത്തൊക്കെ പല ആളുകളും ആയുർവേദ ചികിത്സയെക്കുറിച്ചും അതിന്റെ ഉപദേശത്തെക്കുറിച്ചും ഒക്കെ ശ്രദ്ധിക്കുന്ന സമയമാണ്.
ഞങ്ങളോട് സഹകരിക്കുന്ന അജ്മാനിലെ കോട്ടക്കൽ ആയുർവേദ ഇക്കാര്യത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്നു. 1075 തെറാപ്പിസ്റ്റുകൾ, 10-ലധികം വിദഗ്ധ ആയുർവേദ ഡോക്ടർമാർ, ഇങ്ങനെയൊരു മഹാപ്രസ്ഥാനമായി യുഎയിലെ ഏറ്റവും ലീഡിംഗ് ആയുർവേദ കേന്ദ്രമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഹോൾസെയിൽ റീറ്റെയിൽ മേഖലയിൽ ഏറ്റവും ആധികാരികമായ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി ആരംഭിച്ചിരിക്കുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. യുഎയിലേക്കും ഷോപ്പുകളിലേക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ നാട്ടിൽ നിന്ന് സാധാരണമല്ലാത്തതായി തോന്നുന്ന മരുന്നുകൾ പോലും ആയുർവേദ ഗണത്തിലുള്ളത് കോട്ടക്കൽ ആയുർവേദ എത്തിച്ചു നൽകുകയാണ്. ഒരു നമ്പർ പറയാം: 0589896 497 98 96 497. ഇത് ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ബുക്കിങ്ങിന് വേണ്ടിയും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നാട്ടിലേക്ക് ഓണസമയത്ത് ആളുകൾ ഒത്തിരി പേർ കാർഗോ സാധനങ്ങൾ അയക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ ഡെലിവറിയൊക്കെ വളരെ സജീവമായി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹകാരികളിൽ ഒരാളായ DR കൊറിയർ ആൻഡ് കാർഗോ പറയുന്നു, ഇപ്പോൾ ഈ ഓണസമയത്ത് നാട്ടിലേക്ക് കാർഗോ അയക്കാൻ വേണ്ടി വരുന്ന എല്ലാവർക്കും ഒരു ഫുഡ് കൂപ്പൺ കൊടുക്കുകയാണ്. പ്രമുഖ റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കൂപ്പണാണ്. ഗ്യാരണ്ടീഡ് ആയിട്ട് എല്ലാ ഇടപാടുകാർക്കും കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DR കൊറിയർ അതിനെ സമീപിക്കാൻ വേണ്ടി 800-1005 ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. 800-1005 അതിൽ വിളിച്ച് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം. ചാർജ്, ദിവസം ഒക്കെ അന്വേഷിക്കാവുന്നതാണ്. ഓണം പ്രമാണിച്ച് ദുബായ് വാർത്ത നടത്തുന്ന മത്സരങ്ങളെക്കുറിച്ച് ഇതിനകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഡസൻ കണക്ക് എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസംഗ മത്സരം, കവിതാ രചനയും ആലാപനവും ഒന്നിച്ചുള്ള മത്സരം, മുതിർന്നവർക്കുള്ള പായസ മത്സരം, അതുപോലെ അവിയൽ, സാമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓണക്കൂട്ടിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ മത്സരം. ഇതിനൊക്കെ ഒത്തിരി സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. നിരവധി സമ്മാനങ്ങൾ, സ്വർണ്ണമടക്കമുള്ളവ കാത്തിരിക്കുന്നുണ്ട്. പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഏത് മത്സരത്തിനാണെന്ന് കാണിച്ചുകൊണ്ടും നിങ്ങളുടെ പേര് കാണിച്ചുകൊണ്ടും ദുബായ് വാർത്ത എന്ന വാക്ക് എഴുതിക്കൊണ്ടും ഇപ്പോൾ തന്നെ വാട്സപ്പിലേക്ക് അയക്കൂ. 055-700-2876 055-700-2876. ഞായറാഴ്ച മുതൽ ഈ മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് 12 നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.